ചെങ്കോട്ടയിൽ തീ പാറുന്നതാണ് നമ്മളൊക്കെ ഇന്ന് കണ്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ വാക്കുകളും ഓരോ ഇന്ത്യക്കാരനും രോമാഞ്ചമുണ്ടാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ട്രംപിന് കൃത്യമായ മറുപടി, അതായത് ട്രംപിന്റെ വാക്കകത്ത് ബോംബ് വച്ച് മോദി പൊട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള 12ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇപ്പോൾ കടന്നുപോയത്. ആ 12ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാത്തിനുമുള്ള കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. ഒപ്പം RSSനെയും അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. അത് വിവാദമാകുമെന്ന് പലരും പറയുന്നുണ്ട് എങ്കിലും പറയേണ്ട സമയത്ത് കൃത്യമായി പറയാൻ നരേന്ദ്രമോദിക്ക് അറിയാമെന്നുള്ളതിന് തെളിവ് കൂടിയായി നമ്മൾ അതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. മോദി പറഞ്ഞത്, സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പാകിസ്ഥാന് പ്രത്യക്ഷ മറുപടികൾ നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകിയത് പരോക്ഷ സന്ദേശം. അമേരിക്കയുടെ തീരുവാഭീഷണി വിലപ്പോവില്ല എന്ന് മോദി പറയാതെ പറഞ്ഞു. ലോക വിപണിയെ ഇന്ത്യ നയിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു. 2047ഓടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $10 ട്രില്യൺ ആത്മനിർഭർ ഭാരത് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ച മോദി ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ട എന്ന് പറഞ്ഞ് US-ന്റെ തീരുവ ഭീഷണിയെ പരോക്ഷമായി വിമർശിച്ചു. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇത് വിവര സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. നമുക്ക് സ്വന്തമായി ഒരു AI ആവാസ വ്യവസ്ഥ വേണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇന്ത്യ ലോക വിപണിയെ ഭരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം. ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ല. ഫൈറ്റർ ജെറ്റുകൾ, എഞ്ചിനുകൾ ഇവിടെ നിർമ്മിക്കും. സൈബർ സെക്യൂരിറ്റിയിലും സ്വയം പര്യാപ്തത നേടും. കോവിഡ് വാക്സിനിലൂടെ കോടിക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. വനിതാ സ്വയം സഹായ സംഘങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചു. ആശയങ്ങളുമായി യുവാക്കളെ കടന്നുവരൂ, നിങ്ങൾക്കിവിടെ വലിയ ഇടമുണ്ട്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ യാഥാർത്ഥ്യമാക്കണം. എന്തിന് വിദേശ പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിക്കണം? സ്വന്തം ആയുധം കൊണ്ട് ശത്രുവിനെ തകർത്ത നമുക്ക് സ്വന്തം കഴിവിൽ വിശ്വസിക്കാം. സ്വദേശി മന്ത്രം ഉരുവിടാം. നീണ്ടകാലം സർക്കാരിനെ സേവിക്കാൻ അവസരം കിട്ടി. ഇന്ത്യയുടെ അഭിവൃദ്ധിയാണ് ലക്ഷ്യം, ആരെയും ചവിട്ടിത്താഴ്ത്താനല്ല. നികുതി ഭാരത്തിൽ നിന്ന് മധ്യവർഗത്തിന് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ലോകവിപണി ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലം വിദൂരമല്ല. ആളുകൾ ജയിലിലിടുന്ന അനാവശ്യ നിയമങ്ങൾ ഒഴിവാക്കി. നിയമരംഗത്തും പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. അടുത്ത ഘട്ടം GST പരിഷ്കരണം. ദീപാവലിയോടെ അതുണ്ടാകും. ദീപാവലി സമ്മാനമായിരിക്കും GST പരിഷ്കരണം. GST നിരക്കുകൾ കുറയ്ക്കും. സാധനങ്ങൾക്ക് വില കുറയും. മധ്യവർഗ ജീവിതം കൂടുതൽ ആയാസരഹിതമാകും. ഇന്ത്യയിലെ അധിക നികുതിയെ അമേരിക്ക വിമർശിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനങ്ങൾ. ഇതും അമേരിക്കയുടെ വെല്ലുവിളിയെ ഇന്ത്യ നേരിടും എന്നതിൻ്റെ തെളിവാണ്. തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ നടത്തിയത്. മാത്രമല്ല, പ്രധാനമന്ത്രി മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ചുട്ട മറുപടി നൽകി. പഹൽഗാമിൽ മതം ചോദിച്ച് നിഷ്കളങ്കരെ വകവരുത്തിയവരെ നേരിടാൻ ഇന്ത്യൻ സേനയ്ക്ക് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അമേരിക്കയ്ക്കും പാകിസ്ഥാനും മോദിയുടെ മറുപടി. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് ആവർത്തിച്ച നരേന്ദ്രമോദി സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല എന്നും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നും പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ രോക്ഷത്തിന്റെ പ്രകടനമാണെന്നും പ്രതികാരത്തിനുള്ള സമയവും സ്ഥലവും തീരുമാനിച്ച സൈന്യം സങ്കല്പിക്കാനാവാത്ത കാര്യമാണ് രാജ്യത്തിനായി ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആത്മനിർഭർ ഭാരത് എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഏത് ഭീഷണിയും നേരിടാൻ രാജ്യം തയ്യാറാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചു എന്നും മോദി പറയുന്നുണ്ട്. എന്തായാലും 103 മിനിറ്റ് നീണ്ട പ്രസംഗമാണ് ചെങ്കോട്ടയിൽ നരേന്ദ്രമോദി കാഴ്ചവെച്ചത്. 1 മണിക്കൂറും 43 മിനിറ്റും നീണ്ടു നിന്ന ദൈർഘ്യമേറിയ പ്രസംഗമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയത്.
ഓപ്പറേഷൻ സിന്ദൂർ, നികുതി ഇളവ് പ്രഖ്യാപനം അടക്കം പരാമർശിച്ച പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ 98 മിനിറ്റ് പ്രസംഗത്തിന്റെ സ്വന്തം റെക്കോർഡാണ് അദ്ദേഹം ഈ സ്വാതന്ത്ര്യദിനത്തിൽ മറികടന്നത്. 7:34 ആരംഭിച്ച പ്രസംഗം 9:17 വരെ നീണ്ടു. രാജ്യത്തെ പ്രധാനമന്ത്രിമാരുടെ സ്വാതന്ത്ര്യ ദിന പ്രസംഗ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ നരേന്ദ്രമോദിയുടേതാണ്. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം നടത്തിയ ആദ്യ പ്രസംഗം 65 മിനിറ്റ് ആയിരുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം 2017 ഏകദേശം 56 മിനിറ്റ്. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു. മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി തുടങ്ങിയവർ വെറും 14 മിനിറ്റ് മാത്രമാണ് സാധാരണയായി പ്രസംഗിക്കുന്നത്. മൻമോഹൻ സിംഗ് 50 മിനിറ്റും അടൽ ബിഹാരി വാജ്പേയി 30 മുതൽ 35 മിനിറ്റും പ്രസംഗിച്ചിട്ടുണ്ട്. നിലവിലെ GST സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ മോദിയിലേക്ക് അടുപ്പിക്കുന്നത്. നിലവിൽ GST സംവിധാനത്തിൽ 0 മുതൽ 28% വരെ 5 പ്രധാന നികുതി സ്ലാബുകളുണ്ട്. മിക്ക ഉൽപ്പന്നങ്ങൾക്കും 12%, 18% എന്നിവയാണ് സാധാരണ നിരക്കുകൾ. പുതിയ സംവിധാനം നടപ്പിലാക്കുന്നതിനായി കേന്ദ്രം സംസ്ഥാനങ്ങളിലായി കൂടിയാലോചനകൾ നടത്തിയതായും അതുടൻ പ്രാബല്യത്തിൽ വരുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് അമേരിക്കയും പാകിസ്ഥാനും. അതായത് നയതന്ത്ര പ്രകടനം കൊടുത്ത പാകിസ്ഥാന് ഒരു തരത്തിലുമുള്ള ആനുകൂല്യം ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്ന് പാകിസ്ഥാൻ കരുതണ്ട. മാത്രമല്ല, ആദായ നികുതി വർദ്ധിപ്പിച്ച ട്രംപിനും കൃത്യമായ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നുണ്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ട്രംപിന് മറുപടി നൽകുന്നില്ല എന്നുള്ള പലരുടെയും ചോദ്യത്തിന് മോദി പറയേണ്ട സമയത്ത് മാത്രമേ കാര്യങ്ങൾ പറയൂ എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ഇന്ന് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഈ പ്രസംഗത്തിൽ നിന്ന്, അതായത് 103 മിനിറ്റ് പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയുടെ ഇത്തരം ഉത്തരങ്ങൾ അത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സംബന്ധിച്ച്, കാരണം അമേരിക്കയും പാകിസ്ഥാനുമാണ് ഇപ്പോൾ ഏറ്റവും നല്ല കൂട്ടാളികൾ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. ഇന്ത്യയുടെ സിന്ധു നദീജലത്തിന് വെള്ളം നൽകിയില്ലെങ്കിൽ ഇന്ത്യ അണക്കെട്ട് കെട്ടിയാൽ അത് മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്ന് പറയുന്നത്. പാകിസ്ഥാന് പ്രത്യക്ഷത്തിലും ട്രംപിന് പരോക്ഷവുമായി മറുപടി മോദി നൽകുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരും പറയാൻ ആഗ്രഹിച്ച മറുപടിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.